നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടാവാം ഇന്നത്തെ യാത്ര. അങ്ങനെ ബസ്സിലെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിനിൽ അടുത്ത ബസ് യാത്രയും കഴിഞ്ഞ് അങ്ങനെ ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് വീട്ടിൽ വന്നപ്പോൾ നഫീസ് ഫുട്ബോൾ കളിക്കുന്നതാണ് കാണുന്നത്. എന്തും കയ്യിൽ കിട്ടിയാൽ ഫുട്ബോളാക്കുന്ന ബാല്യകാലത്തെ ഓർത്തുകൊണ്ട് ഞാൻ അവരുടെ കളി ആസ്വദിക്കുകയാണ്. കളി മുറുകുമ്പോൾ തർക്കങ്ങളും സ്വാഭാവികം. ഡിസംബറിലെ തണുത്ത പ്രഭാതത്തിൽ എടവോ പള്ളിയും പ്രദേശങ്ങളും കോടമഞ്ഞിലാൽ മൂടിയിരിക്കുന്ന മനോഹരമൊരു കാഴ്ച. കുർബാനയും കഴിഞ്ഞ് അപ്പൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഈ തണുത്ത പ്രഭാതത്തിൽ സെമിത്തേരിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. എങ്ങും കോടമഞ്ഞിനാൽ മൂടിയിരിക്കുന്ന പള്ളിയുടെ പരിസര പ്രദേശങ്ങൾ. കോടമഞ്ഞിനെ പശ്ചാത്തലമാക്കി നഫീസായ മാത്തക്കുട്ടിയുടെയും കുഞ്ഞുബിയുടെയും കുറച്ച് വീഡിയോസ് എടുത്തു. ഡാഷിനെ കണ്ടോ? ഡാഷ് മോനെ കണ്ടോ? മഞ്ഞ് സഹിച്ചു പോകുമ്പോ ഞങ്ങള് വണ്ടി കയറ്റിക്കൊണ്ട് വള്ളി ഞങ്ങൾ ഇന്ന് നല്ല സൗന്ദര്യമുള്ള സൂര്യനെ കണ്ടു. നീ മൂടി പോയി നോക്കി അവിടെ നോക്കാം പറയാന്നിട്ട്. ഡിസംബറിലെ മനോഹരമായൊരു സായാഹ്നം. ക്രിസ്മസ് ദിനത്തിലെ പാതിര കുർബാനയ്ക്ക് പോകുന്നത് മറ്റൊരു അനുഭവമാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയും പരിസരവും മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ആയാൽ പടക്കം പൊട്ടിക്കണമല്ലോ. അപ്പോൾ പടക്കം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ യാത്ര. തൊട്ട് അടുത്ത് തന്നെയുള്ള ടൗണിൽ നിന്നാണ് ഞങ്ങൾ പടക്കം വാങ്ങുന്നത്. ഇനി കാണാൻ പോകുന്നത് ചെറിയൊരു കരിമരുന്ന് പ്രകടനമാണ്.
ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കഴിഞ്ഞ് അടുത്ത് തന്നെയുള്ള പ്രഭാതത്തിൽ മുറ്റത്തുള്ള കൊക്കമരത്തെ നോക്കിയപ്പോൾ കണ്ട മനോഹരമായ വലിയ ഒരു ചിത്രസ്വരൂപമാണിത്. പിറ്റേ ദിവസം യാത്ര പോകാൻ നേരത്ത് മറ്റൊരു നെഫ്യുവായ ഡോണലും ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ബസ്സിൽ ആലുവ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ പതിവ് പോലെ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ ബാംഗ്ലൂർക്ക്. ഇതാണ് രാത്രി കാലങ്ങളിൽ ട്രെയിനിലുള്ള അവസ്ഥ. പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഞാൻ ബസ്സിനുള്ളിലാണ്. മനോഹരമായ ബാംഗ്ലൂർ നഗരത്തെ കണ്ടുകൊണ്ട് മഴയത്തോടെയുള്ള യാത്ര മനോഹരമായൊരു അനുഭവമാണ്. പതിവ് പോലെ ഒരു സായാഹ്ന സവാരിയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.